ഒരു ഡയറ്റിന് ജോയിൻ ചെയ്താലാണെങ്കിൽ പോലും പലരും പെട്ടെന്ന് പറയും എനിക്കൊരു മാസം കൊണ്ട് 20 കിലോ അല്ലെ 25 കിലോ കുറയ്ക്കണമെന്ന്. അവർ മുൻകൂട്ടി കാണുന്നത് എന്തെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഫംഗ്ഷന് അല്ലെങ്കിൽ ഏതെങ്കിലും മാരേജ് വരുന്നുണ്ടാവും കുടുംബത്തിൽ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ കാണുന്നുണ്ടാവുക. ഫിറ്റ്നസ്സിൽ അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ലോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ വെയിറ്റ് പെട്ടെന്ന് കുറച്ച് നമ്മൾ സ്ലിം ആവാൻ പറ്റില്ല. നമുക്ക് ഇതിന് സമയമെടുക്കും. എന്തായാലും നമ്മൾ ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചുള്ള നല്ലൊരു ഡയറ്റും അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് പ്ലാൻസും ആണെങ്കിൽ വർക്കൗട്ട് പ്ലാൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ 99% പേരും അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാവാം. അതായത് അമിതവണ്ണം മൂലമുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാവാം നിങ്ങളിൽ പലരും. നമ്മൾ മലയാളികൾ പ്രത്യേകമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ പെട്ടെന്ന് ചെയ്യുന്ന ഒരു അബദ്ധമാണെന്ന് പറയാം. നമുക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയറി യൂട്യൂബിൽ സെർച്ച് ചെയ്യും എങ്ങനെ വെയിറ്റ് കുറയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യും എങ്ങനെ വെയിറ്റ് ലോസ് സാധ്യമാക്കാം. നമ്മൾ പെട്ടെന്ന് നോക്കും. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും, ആരുടെയോ ഡയറ്റ് അല്ലെങ്കിൽ സെലിബ്രിറ്റീസിൻ്റെ ഡയറ്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അത് അവർ നല്ലൊരു ട്രെയിനറെ വെച്ചിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ വെച്ചിട്ട് അവർ ചെയ്യുന്ന, അതായത് അത്രയും കോസ്റ്റ്ലി ആയിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും നമ്മളെ ശരീരത്തിന് വേണ്ടിയിട്ട് നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടാവുക. ഓക്കെ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ യുവാക്കൾ പലരുടെയും ഒരു ഹരമാണ് ഹൃത്തിക് റോഷൻ്റെ ഫിസിക്ക്. നമ്മൾ പലരും റോൾ മോഡലാക്കാൻ പോകുന്ന ഒരാളായിരിക്കും അത്. നമ്മൾ പലരും ജിമ്മിൽ പോയിട്ട് പറയും എനിക്ക് ഹൃത്തിക് റോഷൻ്റെ പോലെ ബോഡി വരണം, അല്ലെങ്കിൽ 6 പാക്ക് വരണം, അല്ലെങ്കിൽ പല ബോളിവുഡ് ആക്ടേഴ്സിൻ്റെ പോലെ എനിക്ക് ബോഡി ആക്കണം എന്ന് പറയും. എന്നിട്ട് പലരും കയറിയിട്ട് നേരെ ചെല്ലുന്നുണ്ടാവുക, നേരെ ട്രെയിനർ എടുത്ത് പോകും. എന്നിട്ട് പറയും എനിക്ക് ഇങ്ങനെ ബോഡി വേണം, അല്ലെങ്കിൽ ഒരു 3 മന്ത്സ് അല്ലെങ്കിൽ 1 മന്ത് കൊണ്ട് 6 പാക്ക് വേണം. അല്ലെങ്കിൽ പലരും പോകുന്നുണ്ടാവുക അടുത്ത മാസം എൻ്റെ കല്യാണമാണ്, അതിൻ്റെ മുമ്പ് എനിക്ക് വെയിറ്റ് കുറയ്ക്കണം. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടായിരിക്കും പലരും പോകുന്നുണ്ടാവുക. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ പലരും അങ്ങനെ ഒരു ഫിസിക്ക് അല്ലെങ്കിൽ അവരെ ബോഡി ടൈപ്പ് വേണം നോക്കിയിട്ട് നമ്മൾ പലരും ഇപ്പോൾ ഒരു ഡയറ്റിന് ജോയിൻ ചെയ്താലാണെങ്കിൽ പോലും പലരും പെട്ടെന്ന് പറയും എനിക്കൊരു മാസം കൊണ്ട് 20 കിലോ അല്ലെ 25 കിലോ കുറയ്ക്കണമെന്ന്. അവർ മുൻകൂട്ടി കാണുന്നത് എന്തെങ്കിലും റിലേറ്റീവ്സിൻ്റെ ഫംഗ്ഷന് അല്ലെങ്കിൽ ഏതെങ്കിലും മാരേജ് വരുന്നുണ്ടാവും കുടുംബത്തിൽ, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവർ കാണുന്നുണ്ടാവുക. പക്ഷേ ഒരിക്കലും തന്നെ നമുക്കൊരു മാസം കൊണ്ട് 20-25 കിലോ കുറച്ചെടുക്കാൻ പറ്റില്ല. നമ്മളതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളൊരു 10-30 വർഷം കൊണ്ട് നമ്മളെ ശരീരത്തിൽ ഉണ്ടാക്കിയ വെയിറ്റ്, അതായത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഗെയിൻ ചെയ്യുന്നതല്ല വെയിറ്റ്. നമ്മൾ ജീവിതശൈലി കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒരു സംഭവമാണ് വെയിറ്റ് ഗെയിൻ ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് ഉണ്ടാകുന്ന വെയിറ്റ്, അതായത് പൊണ്ണത്തടി എന്ന് പറയുന്ന സംഭവം നമുക്കൊരു മാസം കൊണ്ട് അങ്ങനെ കത്തിച്ച് കളയാൻ പറ്റില്ല. ഓക്കെ, ഒരു മാസം കൊണ്ട് ഹെൽത്തി ആയിട്ട് ആകെ കുറയാൻ പറ്റുന്നത് ഒരു 5 മുതൽ ഒരു 12 കിലോ വരെ അല്ലെങ്കിൽ 15 കിലോ വരെ ആയിരിക്കും. അത് തന്നെ ഓരോരുത്തരുടെ ബോഡി ടൈപ്പും അതേപോലെ അവരെ ഫിസിക്കൽ ആക്ടിവിറ്റിയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു ടിപ്പ് പറഞ്ഞുതരാം. പലരും നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും മെയിൻ്റനൻസ് കാലറി എന്നൊരു സംഭവം. അതായത് നമ്മളെ ഡെയിലി ഇൻടേക്ക് ചെയ്യുന്ന കാലറീസിൽ നമ്മളെ ശരീരം എത്ര കാലറീസ് ബേൺ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാക്കിയുള്ള കാലറീസ് നമ്മളെ ശരീരത്തിൽ ഫാറ്റായിട്ട് അടിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ബോഡി എക്സ്ട്രാ വെയിറ്റിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പലരും നെറ്റിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവും മെയിൻ്റനൻസ് കാലറി എന്നൊരു സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് നമുക്ക് അതായത് നമ്മളെ ശരീരം വെയിറ്റ് കൂടാതെയും കുറയാതെയും എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അതാണ് മെയിൻ്റനൻസ് കാലറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ വേണമെങ്കിൽ ഓൺലൈനിൽ പല ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. എങ്ങനെ മെയിൻ്റനൻസ് കാലറി കണ്ടെത്താം, അല്ലെങ്കിൽ എങ്ങനെ ഒരു വെയിറ്റ് കൂടാതെയും കുറയാതെയും ഒരു ന്യൂട്രൽ ലെവലിൽ എങ്ങനെ കൊണ്ടുപോകാമെന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. പക്ഷെ അതിൽ സിമ്പിളായിട്ടുള്ളൊരു ടിപ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന അതേ ഫുഡ് അതേ അളവിൽ തന്നെ ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു 1 വീക്ക് കണ്ടിന്യൂസ് ആയിട്ട് ആ സെയിം അളവിൽ ഡെയിലി കഴിക്കുന്ന ഫുഡ് അത് തന്നെ ഒരു 1 വീക്ക് കഴിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ വെയിറ്റ് കൂടുന്നുണ്ടോ ഇല്ലയെന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ വെയിറ്റ് കൂടുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ കാലറീസ് കൺസപ്ഷൻ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് വീക്ക് നിങ്ങൾ ആ കാലറീസ് എടുക്കുന്ന ഫുഡിൻ്റെ എമൗണ്ട് കുറച്ച് കൊണ്ടുവരിക. 1 വീക്ക് നിങ്ങൾക്ക് വെയിറ്റ് കൂടുന്നില്ല,
അല്ലെങ്കിൽ നിങ്ങൾ ന്യൂട്രലായിട്ട് തന്നെ ആ സെയിം വെയിറ്റിൽ തന്നെയാണ് 1 വീക്കിന് ശേഷവും നിൽക്കുന്നതെങ്കിൽ അതാണ് നിങ്ങളെ മെയിൻ്റനൻസ് കാലറി. ഈ ടിപ്സ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സും അതേപോലെ ട്രിക്സുമാണ് നമ്മൾ നോക്കുന്നത്. കഴിഞ്ഞ 8 വർഷമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഫിറ്റ്നസ് ജേണിയിലും അതേപോലെ എൻ്റെ ക്ലയൻസിന് ഞാൻ പറഞ്ഞു കൊടുത്തതുമായിട്ടുള്ള, അതായത് അവരിൽ നല്ലൊരു വെയിറ്റ് ലോസ് സാധ്യമാക്കിയിട്ടുള്ള കുറച്ച് ഹെൽത്ത് ടിപ്സാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ടിപ്പാണ്, ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ മലയാളികൾ ചെയ്യുന്ന വലിയൊരു മണ്ടത്തരമാണ് മറ്റുള്ളവരുടെ ഡയറ്റ്, പ്രത്യേകിച്ച് ഹൈ പ്രൊഫൈൽ ഉള്ളവരുടെ ഡയറ്റ് നമുക്കിന്ന് സിമ്പിളായിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതാണ്. നമ്മൾ പലരും അത് ട്രൈ ചെയ്യാൻ നോക്കും. അവർ അത്രയ്ക്ക് കോസ്റ്റ് സ്പെൻഡ് ചെയ്ത് നല്ലൊരു ട്രെയിനറെ വെച്ചിട്ട്, പലരും നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പല ബോളിവുഡ് സ്റ്റാർസും പുറത്തുനിന്ന് ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ് ഓരോ ഫിലിമിനും വേണ്ടിയിട്ട് തയ്യാറായി ഇരിക്കുന്നത്. അതായത് ഓരോ ഫിലിമിന് വേണ്ടിയിട്ട് അവരെ ബോഡി മേക്ക് ചെയ്തെടുക്കുന്നത് പുറത്തുനിന്ന് വലിയ തുക സ്പെൻഡ് ചെയ്തിട്ട് ട്രെയിനേഴ്സിനെ കൊണ്ടുവന്നിട്ടാണ്. ആ ഒരു സംഭവമാണ്, അതായത് അവർ നോക്കിയിട്ടുള്ള ഡയറ്റും ആണ് നമ്മൾ സാധാരണ വീട്ടിൽ എന്താണ് ഡെയിലി 1-2 എഗ്ഗ് കഴിച്ചിട്ട് ബാക്കിയുള്ള സമയം ചോറും കറികളും നമുക്ക് ഇഷ്ടത്തിന് കഴിച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ആ ഒരു സംഭവമാണ്. അവർ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ടും അതേപോലെ അവർ കഴിക്കുന്ന ക്വാളിറ്റി ഉള്ള ഫുഡും ഒരിക്കലും നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു മലയാളിക്ക്, അല്ലെങ്കിൽ നമുക്കിവിടെ സുലഭമായിട്ടുള്ള നമ്മളെ ഭക്ഷണ രീതിയിൽ നോക്കിയിട്ട് നമുക്ക് എങ്ങനെ ഒരു ബോഡി മെയിൻറ്റെയിൻ ചെയ്യാം, അതായത് വലിയ ഫിസിക്ക് കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും നമുക്കെങ്ങനെ ഒരു തെറ്റില്ലാതെ വലിയ വയറില്ലാതെ നല്ലൊരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതും, അതേപോലെ എങ്ങനെ ഇപ്പോൾ ഒരു ഓവർ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് എങ്ങനെ വെയിറ്റ് കുറച്ച് കൊണ്ടുവരാം, എങ്ങനെ വെയിറ്റ് കുറച്ചിട്ട് നമ്മളെ ഫുഡിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ട് എങ്ങനെ ഒരു വെയിറ്റ് ലോസ് സാധ്യമാക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അതിൽ ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ പോയിൻ്റായി നമ്മൾ പറയാൻ വന്നത് ഇതാണ്, നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അനുകരിക്കാതിരിക്കുക. അതായത് മറ്റുള്ളവരുടെ വെയിറ്റ് ലോസ് ഡയറ്റ് കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും പോയിട്ട് നമുക്ക് ചെയ്തിട്ട് ചിലപ്പോൾ നമുക്ക് റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഒരു 75% നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടില്ല, നമ്മളെ വേസ്റ്റ് ഓഫ് ടൈം ആയിരിക്കും. അവർ ഇൻ്റർനെറ്റിൽ കൊടുക്കുന്നുണ്ടാവും മിക്കവാറും അവരുടെ ഡയറ്റ് ചാർട്ട് മാത്രമാണ്. അവർ സ്പെൻഡ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ അവരെ സ്ലീപ്പ് റൊട്ടീന്, അല്ലെങ്കിൽ അവരെടുക്കുന്ന ഫുഡ് കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമുക്ക് അവൈലബിൾ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അപ്പോൾ ആദ്യത്തെ പോയിൻ്റായി എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത് ഈ ഒരു ഒറ്റ കാര്യം മാത്രമാണ്. നമ്മൾ നല്ലൊരു പേഴ്സണൽ ട്രെയിനറെ കണ്ടിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരാണ് ജിമ്മിലെ ട്രെയിനറെ കണ്ടിട്ട്, അല്ലെങ്കിൽ നല്ലൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് മാത്രം എന്ത് ചെയ്യുക, നല്ലൊരു ഡയറ്റ് ചൂസ് ചെയ്യുക. അടുത്ത പോയിൻ്റാണ് കൺസിസ്റ്റൻസി. ഇപ്പോൾ നമ്മൾ ജനുവരി മാസം, അതായത് ജനുവരി മാസത്തിൽ ജിമ്മിലൊക്കെ നല്ല അഡ്മിഷൻ കയറും. അല്ലെങ്കിൽ ജനുവരിയിൽ ഒരു 1-ാം തീയതി 2-ാം തീയതി ഒക്കെ മോർണിംഗിന് ഒരു 6 മണി 7 മണിക്ക് റോഡിൽ ഇറങ്ങി നോക്കിയാൽ നല്ല ആളെ കാണാം. അതായത് എല്ലാവരും ആ ഒരു സമയത്ത് എന്തായിരിക്കും, എനിക്ക് ഒരു പുതിയ വർഷം വരുന്നു, അപ്പോൾ ഞാൻ നന്നായിട്ട് എനിക്ക് വെയിറ്റ് ലോസ് ചെയ്യണം, എനിക്ക് അത് ചെയ്യണം, എനിക്ക് എൻ്റെ ഫിസിക്ക് മികച്ചതാക്കണം എന്ന് പറഞ്ഞിട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യും പലരും. അതേപോലെ തന്നെ അവരെന്ത് ചെയ്യും, മോർണിംഗ് വാക്കിന് ഇറങ്ങും. ഒരു 1 വീക്ക് പോവും, അതിനപ്പുറത്തേക്ക് ആരും പോവില്ല. കാരണം ഒരു 1 വീക്ക് രാവിലെ എണീച്ച് നടക്കുമ്പോൾ പിന്നെ ഒരു ദിവസം ചിലപ്പോൾ തോന്നും അല്ലേ ഇന്ന് പോകണ്ട, അതെന്ത് ചെയ്യും, അവരവിടെ കിടക്കും, പിന്നെ പിറ്റേന്ന് അന്ന് പോവില്ല. അങ്ങനെ കുറഞ്ഞ ദിവസത്തേക്ക് മാത്രം പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളെ ഫിസിക്ക് അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ലോസ് ജേണിയിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഈ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് നമ്മളെന്താണ്, ഇപ്പോൾ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ ഡയറ്റിൽ ജോയിൻ ചെയ്യുന്ന പലരും പറയും നമ്മളിപ്പോൾ ഒരു മാസം കൊണ്ട് 10 കിലോ കുറച്ച്, അല്ലെങ്കിൽ 15 കിലോ കുറച്ച്, പിന്നെ അത് കഴിഞ്ഞ് എനിക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാൻ പറ്റൂല എന്ന് ചോദിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് എന്താണ്, ഒരു ഡയറ്റ് എടുത്ത് 10 കിലോ കുറച്ച് അത് കഴിഞ്ഞ് നമുക്ക് തോന്നിയ പോലെ ഫുഡ് കഴിക്കുകയാണെങ്കിൽ എന്തായാലും നമ്മൾ എത്രയാണ് വെയിറ്റ് കുറച്ചത് ആ വെയിറ്റ് തിരിച്ചു പോരും. നമ്മൾ പല ക്ലയൻസിനും നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്, അതായത് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയാറുണ്ട്. ഒരിക്കലും ഡയറ്റ് ഇതായി ഞാനിപ്പോൾ 10 കിലോ കുറച്ച് ഇനി എനിക്ക് എന്തും കഴിക്കാമെന്നുള്ള രീതിയിലേക്ക് പോയിക്കുകയാണെങ്കിൽ ഒരിക്കലും നമ്മളെ ഈ വെയിറ്റ് ലോസ് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പിന്നെ നമ്മൾ ജിമ്മിൻ്റെ കാര്യം പറഞ്ഞു. പലരും ജിമ്മിൽ പോയിട്ട് ഒരു 1 വീക്ക് പോവും, അത് കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ എന്താവും, പതുക്കെ ഒഴിവായാൽ തുടങ്ങും. ഒരിക്കലും ജനുവരിയിൽ ജിമ്മിൽ ജോയിൻ ചെയ്യുന്ന പലരും എന്താണ്, പിന്നെ ഫെബ്രുവരിയിൽ പോയാൽ അവരെ കാണാറില്ല. അതിൽ തന്നെ
ഒരു 75% ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ ഫീസ് കൊടുത്തു പോയല്ലോ, ഒരു മാസം പോവാം, അതിന് ശേഷം നിർത്താമെന്ന് പറഞ്ഞ് നിർത്തുന്നവരുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മളെ ഫിറ്റ്നസ്സിൽ അല്ലെങ്കിൽ നമ്മളെ വെയിറ്റ് ലോസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ് കൺസിസ്റ്റൻസി. ഒരിക്കലും ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മളെ വെയിറ്റ് പെട്ടെന്ന് കുറച്ച് നമ്മൾ സ്ലിം ആവാൻ പറ്റില്ല. നമുക്ക് ഇതിന് സമയമെടുക്കും. എന്തായാലും നമ്മൾ ഇതൊരു ലൈഫ് സ്റ്റൈലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും തന്നെ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ചെയ്ത് ആ വെയിറ്റ് ലോസ് ഇതാക്കി അല്ലെങ്കിൽ 6 പാക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ അതിനുശേഷം നമുക്ക് തോന്നിയ പോലെ ഫുഡ് കഴിച്ചാൽ ആ പാക്ക് പിന്നെ നോക്കിയാൽ കാണില്ല. അപ്പോൾ നമ്മൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. ഒരിക്കലും തന്നെ ഒരു കുറഞ്ഞൊരു സമയത്തേക്ക് നമ്മൾ ഡയറ്റ് എടുത്ത് പിന്നെ നമുക്ക് തോന്നിയ പോലെ നോക്കാമെന്ന് പറഞ്ഞാൽ ഒരിക്കലും പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ മോർണിംഗിൽ നടക്കാൻ പോകുന്നവരാണെങ്കിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ ഡയറ്റ് എടുക്കുന്നവരാണെങ്കിൽ പോലും ഡയറ്റ് 1 മന്ത് കഴിഞ്ഞ് ആ ട്രെയിനർ കഴിഞ്ഞ് ഇനിയിപ്പോൾ അത് നോക്കണ്ടല്ലോ നോക്കാതെ അത് നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡയറ്റും അതേപോലെ വർക്കൗട്ടും ചെയ്യുന്നത്. അത് കൺസിസ്റ്റൻ്റായി ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. മറ്റൊരു ടിപ്പാണ്, നമ്മൾ പലരും ഉറക്കത്തിനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. പലരും ഇപ്പോൾ ഓഫീസിൽ വന്നാൽ പോലും എന്താണ്, പലരും ഉറക്കം തൂങ്ങിയിരിക്കുക. വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാത്തവർ ആണെങ്കിൽ പോലും, ഇപ്പോൾ ടെക്കീസ് ആണെങ്കിൽ പോലും അവരെന്താണ്, ഞാൻ വലിയ വർക്കും ഒന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടും ഉറക്ക് സ്കിപ്പ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒരിക്കലും തന്നെ നമ്മളെ ശരീരം അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നില്ലെങ്കിലും നമ്മളെ ബ്രെയിന് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ റെസ്റ്റ് കൊടുക്കണം. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 6 മുതൽ 8 മണിക്കൂർ വരെ എല്ലാ ദിവസവും ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ്. ഇപ്പോൾ അതിലിപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പലരും ബെഡിൽ വെച്ചിട്ട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. ഓക്കെ, മാക്സിമം ബെഡിൽ കയറുന്ന സമയത്ത് ഫോൺ മാറ്റി വെക്കുക. നമ്മൾ ഫോണിൽ നോക്കിയിട്ടാണ് എന്തായാലും നമ്മൾ ഉറക്ക് പോകാറുള്ളത്. നമ്മളിപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കയറിയാലും യൂട്യൂബിൽ കയറിയാലും ഒരു 1 അവർ അല്ലെങ്കിൽ 2 അവർ എന്തായാലും ലേറ്റ് ആവാറുണ്ട്. നമ്മൾ ലേറ്റായിട്ട് ഉറങ്ങുന്ന സമയത്ത് രാവിലെ എന്താണ് നമ്മൾ ലേറ്റായിട്ട് എണീക്കും, നമുക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഡയറ്റ് എടുക്കുന്ന ആളാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ 6 മുതൽ 8 മണിക്കൂർ വരെ നല്ല സ്ലീപ്പ് നമുക്ക് കിട്ടിയാൽ തീരും. അതായത് ഡീപ്പ് സ്ലീപ്പ് നമുക്ക് കിട്ടിയാൽ തീരും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഒരു മെയിൻ ചെയ്യാത്തൊരു സംഭവമാണ് നമ്മൾ ഉറക്ക് എന്ന് പറഞ്ഞത്. അപ്പോൾ നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നമ്മൾ ഉറക്കിൽ നമുക്ക് ശരീരത്തിന് റിലാക്സേഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ നെക്സ്റ്റ് ഡേ നമുക്ക് ഊർജ്ജം ഉണ്ടാവൂ. അല്ലെങ്കിൽ നമ്മളെ വർക്കൗട്ട് തന്നെ റിക്കവറിക്ക് നമുക്ക് എന്ത് വേണം, നമുക്ക് നല്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടിയേ തീരൂ. മറ്റൊരു പോയിൻ്റാണ് വാട്ടർ ഇൻടേക്ക്. അതായത് നിങ്ങളിപ്പോൾ ഒരു 80 കിലോ ഉള്ള ആളാണെങ്കിൽ ഒരു 20 കിലോക്ക് 1 ലിറ്റർ എന്ന നിരക്കിൽ ഒരു 4 ലിറ്റർ വെള്ളം നിങ്ങൾ ഡെയിലി കുടിച്ചിരിക്കണം. ഓക്കെ, അതേപോലെ നമ്മൾ ഈ വെള്ളം കുടിക്കണം എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് കാര്യങ്ങളൊന്നും അതിൽ വരില്ല. ശുദ്ധമായ വെള്ളം തന്നെ 4 ലിറ്റർ നിങ്ങൾ കുടിച്ചിരിക്കണം. പിന്നെ ഇതിൽ ഡയറ്റിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ എക്സ്ട്രാ വെള്ളം കുടിച്ചാൽ വയറ് ചാടുമോ, അങ്ങനെ ചോദിക്കാറുണ്ട്. അതിന് സയൻറ്റിഫിക്കലായിട്ട് ഇതുവരെ പ്രൂവൺ ആയിട്ടുള്ള റിസൾട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ വെള്ളത്തിൽ അതിനത്രം കാലറീസ് കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ വെള്ളം എത്ര കുടിക്കുന്നു എന്നുള്ളത് അത്ര കുടിക്കാൻ നോക്കുക. ഒരിക്കലും തന്നെ ഒറ്റയടിക്ക് കുടിക്കാതെ സിപ്പ് ചെയ്ത് കുറച്ച് അളവിൽ കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ പറഞ്ഞു, നമ്മൾ വെള്ളത്തിൻ്റെ അളവ് പറയുന്നത് എന്താണ്, ശുദ്ധമായ വെള്ളമാണ്. ഒരിക്കലും സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്, ചായ കുടിക്കുന്നതൊന്നും നമ്മൾ വെള്ളത്തിൻ്റെ അളവിൽ കൊടുക്കാതിരിക്കുക. കാരണം അതിൽ കാലറീസ് വരുന്നുണ്ട്, എക്സ്ട്രാ കാലറീസ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ചായ എടുക്കുകയാണെങ്കിൽ തന്നെ അതിൽ ഏകദേശം 100-ന് മുകളിൽ അല്ലെങ്കിൽ 150-ന് മുകളിൽ കാലറീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളൊരു വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾ ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ആളാണെങ്കിൽ ചായ കാര്യങ്ങൾ അങ്ങനത്തെ അതേപോലെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് കാര്യങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, ഇനിയും ഇതുപോലെ പല ഹെൽത്ത് ടിപ്സുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് മറ്റൊരു കാര്യം, നിങ്ങൾ ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ വെയിറ്റ് കുറയ്ക്കാൻ അതായത് ഒരു പേഴ്സണൽ ട്രെയിനറുടെ ഹെൽപ്പോട് കൂടി, നല്ലൊരു ഡയറ്റീഷ്യൻ്റെ സപ്പോർട്ടോട് കൂടി, അതായത് ഡയറ്റീഷ്യൻ്റെ കൺസൾട്ടേഷനോട് കൂടി മാത്രം നിങ്ങൾ നന്നായിട്ട് വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫിസിക്ക് അതായത് വർക്കൗട്ട് പ്ലാൻസ് കാര്യങ്ങൾ വേണ്ടതുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിനനുസരിച്ചുള്ള നല്ലൊരു ഡയറ്റും അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ വർക്കൗട്ട് പ്ലാൻസും ആണെങ്കിൽ വർക്കൗട്ട് പ്ലാൻസും നമ്മൾ പ്രൊവൈഡ് ചെയ്ത് തരുന്നതാണ്. ഹെൽത്ത് ടിപ്സുകളും വർക്കൗട്ടുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു. താങ്ക് യു.